been trying to call. I've been on my own for long enough. Not yet. Almost. Almost. From Bangkok, yeah. Is this xylophone? I've been trying to call. I've been on my own for long enough. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ ഒരു ഇന്തോനേഷ്യൻ ഡാൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടി ബറോങ് ആൻഡ് കരിഷ് ഡാൻസ് എന്ന് പറഞ്ഞ ഡാൻസ് കാണാൻ വേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മൾ അന്ന് കണ്ടില്ലേ എഡി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ബ്യൂട്ടിഫുൾ. Yeah, sure. Thank you. Hey guys, welcome back to yet another episode of Bali travel series. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ബാലിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് ആയിട്ടുള്ള ഉബൂദിലാണ്. അപ്പോൾ ഇവിടെ ബറോങ് ആൻഡ് കരിഷ് എന്ന് പറഞ്ഞ ഒരു ഡാൻസ് പെർഫോമൻസ്, ഡാൻസ് ഡ്രാമ പോലത്തെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു പേപ്പറിൽ കണ്ടത്. ഇത് ഈ ഫൈറ്റ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ് എന്നുവെച്ചാൽ ഗോഡും ഈവിളും തമ്മിലുള്ളൊരു ഫൈറ്റ് പോർട്രേ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ ഉള്ളൊരു ഡാൻസ് ഡ്രാമയാണ് കേട്ടോ. ഇതിനകത്ത് കുറേ വിയേർഡായിട്ടുള്ള ക്യാരക്ടേഴ്സും കുറേ സിറ്റുവേഷൻസൊക്കെ ഉള്ള ഒരു ഡാൻസ് ഡ്രാമയാണ്. ഇങ്ങനത്തെ കുറേ വയലൻ്റ് ആയിട്ടുള്ള സീക്വൻസസ് ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അതാ ഈവിളിനെ കാണിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിങ്ങനെ സ്റ്റേജിലല്ലാതെ തന്നെ ഈ സിമെട്രീസിലും എന്താണ് ശ്മശാനങ്ങളിലൊക്കെ ഇങ്ങനെ രാത്രി കാലങ്ങളിലൊക്കെ ഇത് പെർഫോമൻസ് നടത്താറുണ്ടെന്നാണ്. ഈ ഒരു സീക്വൻസിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന നൈഫൊക്കെ റിയൽ നൈഫാണ്, ഭയങ്കര ഷാർപ്പായിട്ടുള്ള റിയൽ ആയിട്ടുള്ള നൈഫാണ്. അപ്പം ഞാനിങ്ങനെ കേട്ടത് ഇങ്ങനത്തെ പെർഫോമൻസസിൽ ചില ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ ആ ഷാർപ്പ് നൈഫ് കൊണ്ട് മരിച്ചിട്ടൊക്കെ ഉണ്ടെന്നാണ്. എന്തായാലും ഒരു വിയേർഡായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ചില പോയിന്റിലൊക്കെ ഒരു ഇച്ചിരി പേടിയൊക്കെ തോന്നി. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഉബൂദ് എന്ന് പറയുന്നത് ശരിക്കും ബാലിയുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്കൊരു കുറേ ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കുറേ എക്സ്പീരിയൻസസ് ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ്. എനിക്കങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു, മേ ബി നെക്സ്റ്റ് ടൈം. പക്ഷേ ഇന്ന് ഒരു ഹോൾ ഡേ ഞാനിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ATV റൈഡിന് വേണ്ടിയിട്ടാണ്, ക്വാഡ് ബൈക്സിൻ്റെ.
അപ്പോൾ അത് ഞാനിങ്ങനെ എന്തായാലും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊരു സംഭവമാണ്. വൈഷ്ണവൊക്കെ എൻ്റെ അടുത്ത് അവർ വന്ന ടൈമിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അപ്പോൾ അതെന്തായാലും ചെയ്യണം എന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ ATV റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് അവർ ഹെൽമെറ്റും അതുപോലെ തന്നെ റെയിൻ ബൂട്ട്സും ഇതൊക്കെ തരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ വെഹിക്കിളിൻ്റെ ഒരു ചെറിയ ഫെമിലിയറൈസേഷനും ഉണ്ട്. ഇതുപോലെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോവാണ്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്ര സിമ്പിളൊന്നും അല്ലായിരുന്നു. മേ ബി ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും എനിക്ക് ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പിന്നെ മിക്ക ബൈക്സിലും 2 പേരുണ്ടായിരുന്നു. ഞാൻ മാത്രം ആയത് കാരണം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 hours റൈഡ് ഉണ്ടായിരുന്നു. പല ടെറൈൻസിൽ നമുക്ക് വെഹിക്കിൾ റൈഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി. അങ്ങനെ ATV റൈഡൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇത് ഇവിടെ ഇങ്ങനെ കുറേ എന്താ പറയുക കബാനാസ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടാണ്. ഇവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റ്സ് ഏകദേശം ഈ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാലിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ടെമ്പിൾസ് ആണ്, ഹിന്ദു ടെമ്പിൾസ് ആണ്. അതുപോലെ തന്നെ എല്ലാ വീടിനും ഓരോ ടെമ്പിൾ ഉണ്ടായിരിക്കും. ഓരോ വീടിൻ്റെയും വലുപ്പത്തിനനുസരിച്ച് ടെമ്പിളിൻ്റെ വലുപ്പം അതുപോലെ കൂടും. അതുപോലെ ഓരോ വില്ലേജിനും ഓരോ ടെമ്പിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ വില്ലേജിലുള്ള ടെമ്പിളിലും ആ പെർട്ടിക്കുലർ വില്ലേജിലുള്ള വില്ലേജേഴ്സിന് മാത്രമേ എൻട്രി പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ച് ടെമ്പിൾസിൽ മാത്രമേ ഉള്ളൂ പബ്ലിക്കിനും അതുപോലെ തന്നെ ടൂറിസ്റ്റിനും എൻട്രി പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുപോലൊരു ടെമ്പിളാണിത്. പൂര പുസൈ ബട്ടുവാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പിളാണ്. ഇതൊരു വലിയ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ആർക്കിടെക്ചറും ഒത്തിരി കാർവിങ്സും അതുപോലെ തന്നെ കുറേ ചെറിയ ടെമ്പിൾസ് കൂടി ചേർന്നൊരു വലിയ ടെമ്പിളാണിത്. ഇലവൻത് സെഞ്ച്വറി തൊട്ടേ ഉള്ളൊരു ടെമ്പിളാണിത്. അത്രയും ഓൾഡായിട്ടുള്ളൊരു ടെമ്പിളാണ്. നിസ്തമണ്ഡല, മധ്യമണ്ഡല, അതുപോലെ തന്നെ ഉത്തമമണ്ഡല, ഇങ്ങനെ 3 ഡിവിഷൻസ് ആയിട്ടാണ് ഈ ടെമ്പിൾ ഉള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ കോർട്ട്യാർഡ്, മിഡിൽ കോർട്ട്യാർഡ് ആൻഡ് ഇന്നർ കോർട്ട്യാർഡ്. അപ്പം ഈ ഒരു 3 സെക്ഷൻസ് കൂടിച്ചേരുന്ന ഒരു വലിയൊരു ടെമ്പിളാണിത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിളാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ. എന്താ പറയുക, ലോർഡ് വിഷ്ണു ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ ഡേറ്റ്. നമ്മളുടേതിനെക്കാട്ടിലും ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് കോൾഡ് ബ്രഹ്മ വിഷ്ണു, റൈറ്റ്? ബ്രഹ്മാവും വിഷ്ണു ആണെന്നൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഞാൻ എന്തായാലും അതൊന്ന് നോക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ മെയിൻ ടെമ്പിളുണ്ട്, അവിടെ ആണ് വിഷ്ണുവിൻ്റെ ഇതുള്ളത്. പിന്നെ അതല്ലാതെ വേറെ ഗോഡ്സിന് വേണ്ടിയിട്ട് കുഞ്ഞു കുറേ ടെമ്പിൾസ് ഇവിടെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിളാണ് കേട്ടോ. ഇത് രസമാണെന്ന് നോക്കിക്കേ.
ഇവിടെ ചില പെർട്ടിക്കുലർ ടൈമിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ റിച്വൽസും അതുപോലെ തന്നെ ബാലിനീസ് കൾച്ചറൽ പ്രോഗ്രാംസ് പെർഫോമൻസസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് വർമ്മദേവ ഡൈനാസ്റ്റിയാണ് 11th സെഞ്ച്വറിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ബാലിയിൽ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ് ടെമ്പിൾസ് ആണ് കേട്ടോ. ഈ ഒരു വില്ലേജിനെ അല്ലെങ്കിൽ ഈ ഒരു ലൊക്കാലിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബ്രഹ്മാവും അതുപോലെ തന്നെ വിഷ്ണുവും ശിവനും 3 നമ്മളുടെ ത്രിമൂർത്തികളെന്ന് പറയത്തില്ലേ, അവരുടെ 3 പേരുടെയും എന്താ പറയുക പ്രസൻസ് ഈ ടെമ്പിളിനകത്തുണ്ട്. പക്ഷെ മെയിനായിട്ടും വിഷ്ണുവിനെയാണ് അവർ ആരാധിക്കുന്നത്. ബാലിനീസ് കൾച്ചറും അതുപോലെ തന്നെ അവരുടെ ഡെയിലി ലൈഫിൽ നിന്നുള്ള കാര്യങ്ങളും ഡിപ്പിക്റ്റ് ചെയ്യുന്ന എന്താ പറയുക കാർവിങ്സും പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ആർക്കിടെക്ചറുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദൈവം ഇരിക്കുന്ന ഒരു ഇരിപ്പിടമാണ്. ഒരു വലിയൊരു ത്രോൺ പോലെ വെച്ചിട്ടിരിക്കുന്ന കാണുന്നുണ്ടോ? അത് ഗോഡിനുള്ള ചെയർ. ഇവിടെ അല്ലാതെ ഐഡൽ വർഷിപ്പ് അല്ല, അവിടെ ഒരു ഗോഡിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ശ്രീകോവിലൊക്കെ പോലെ മെയിൻ ഗോഡ് ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കണ്ടോ, സ്ട്രക്ചർ കണ്ടോ? ദിസ് ഇസ് ഫോർ യൂണിവേഴ്സൽ. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഗോഡ് ഗോഡിന് ഇവിടെ ഒരു പ്ലേസ് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ഗോഡിനെ ഈ ഒരു ഏരിയയിൽ വന്ന് പ്രാർത്ഥിക്കാം. യൂണിവേഴ്സൽ ഗോഡ്. ഓക്കെ. നല്ല കുറേ മരങ്ങളൊക്കെ ഉണ്ട്. എന്ത് പീസ്ഫുള്ളാന്ന് നോക്കിക്ക്. Yeah. We can sit? Yeah. Oh, we'll sit for 2 minutes and go. I like sitting in temples. They have their own house, the thing is, so in the temple just for the activities, daily activities only. Yeah. And for the sleep or maybe for rest in a few minutes, like a few hours you can do, but Yeah. not to sleep overnight. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല സുഖമാണ്. ലൈക്കിനോ ഒരു 2 minutes ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയോ, ഭയങ്കര പീസ്ഫുൾ. ഉബൂദിലെ പല ഏരിയാസിലും പല സ്ട്രീറ്റ്സിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഐറ്റംസ് കിട്ടുന്ന കുറേ ഷോപ്സ്, അതുപോലെ തന്നെ ലോക്കൽ ക്രാഫ്റ്റ്സ്മെൻ ചെയ്ത കുറേ ഹോം ഡെക്കോർ ഐറ്റംസ്, അതുപോലെ തന്നെ ലാംപ്സ്, പിന്നെ എന്താ പറയുക ഈ കാർവിങ് സ്കൾപ്ചർ, പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫേർണിച്ചർ, ഇങ്ങനത്തെ കുറേ ഷോപ്സ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് കാണാം കേട്ടോ. അപ്പോൾ നല്ല വീടൊക്കെ പണിയാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ പീസസ് ഓഫ് ഫേർണിച്ചർ കാണാൻ കിട്ടും. ശരിക്കും ഞാനിവിടെ ബാലിയിൽ ഇപ്പോൾ ഹോട്ടൽസിലാണെങ്കിലും ചെറിയ ചെറിയ കാഫേസിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കൈൻഡ് ഓഫ് ഫേർണിച്ചർ ഭയങ്കര യുണീക്കാണ്, ഭയങ്കര മോഡേൺ ആൻഡ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ വന്നേക്കുന്നത് ഒരു കോഫി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു ലൊക്കേഷനിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഡിലക്സ് ഹോട്ടലിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. പക്ഷേ നമുക്കിവിടെ ഇതൊരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ആർക്കിടെക്ചറും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു യുണീക്കായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് പ്ലസ് കാഫേ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, എന്താ പറയുക ലൈക്ക് ശരിക്കും ഒരു ഫെയറി ലാൻഡിൽ വന്നതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്ന് കയറിയപ്പോൾ. സ്റ്റണ്ണിങ് ആയിട്ടുള്ള സ്കൾപ്ചർ ആൻഡ് എന്താ പറയുക നമ്മൾ വേറെ ഏതോ ഒരു വേൾഡിൽ വന്നതുപോലെ തോന്നും ഇവിടെ വരുമ്പോൾ. പിറ്റാമഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 5 സ്റ്റാർ ഡിലക്സ് പ്രോപ്പർട്ടിയുടെ ഒരു പോർഷനാണിത്.
ഈ ഒരു ഇത് പലരും എനിക്കൊന്ന് ടിക്ടോക്ക് വീഡിയോസിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ ഈ ഒരു സെൻറ്റർ പോർഷനിലുള്ള ഈ ഒരു സ്കൾപ്ചേഴ്സാണ് ഇവിടുത്തെ ഒരു ഐഡൻറ്റിറ്റി, എന്താ പറയുക, യുണീക്നെസ്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ആൾക്കാർ ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു കോഫി എങ്കിലും കുടിക്കാം എന്ന് പറഞ്ഞ് വരുന്നത്. അങ്ങനെ നല്ലൊരു കോഫിയൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വാഷ്റൂമൊക്കെ ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ ഒന്ന് ഫ്രഷായി ഞാൻ ഇനി ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഇവിടെ കുറേ അടിപൊളി സ്ട്രീറ്റ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഉബൂദിൻ്റെ ഈ സെൻട്രൽ ഏരിയ ഉണ്ടല്ലോ, ഈവനിങ്സ് ആകുമ്പോൾ ഭയങ്കര തിരക്കാണ്. പക്ഷെ എന്നാലും ഇവിടെ അടിപൊളി കുറേ നല്ല നല്ല മാർക്കറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഉണ്ട്. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷറി ബ്രാൻഡ്സ് തൊട്ട് ചെറിയ 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 ഷോപ്സ് വരെയുള്ള ഒത്തിരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ട്രീറ്റ്സ് ഉണ്ട്. എനിക്ക് ഇത്തവണ വന്നപ്പോൾ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഈവനിങ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ നെക്സ്റ്റ് ടൈം ഇനി വരുമ്പോൾ എന്തായാലും ഈ ഏരിയ കുറേ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പീക്കാണ് ഈവനിങ്സ് ആകുമ്പോൾ. അപ്പോൾ നമ്മൾ കാറിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ഉബൂദ് ആർട്ട് മാർക്കറ്റ്, അതുപോലെ തന്നെ ജലൻ റായ സ്ട്രീറ്റ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റ്. അതുപോലെ തന്നെ ഹനുമാൻ സ്ട്രീറ്റ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഇവിടെ ഉണ്ട്. I've been on my own for long enough. Maybe you can show me how to love. Maybe. ഈ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ രാത്രി നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒത്തിരി റെസ്റ്റോറൻറ്റ്സും കാഫേസും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് ജ്വല്ലറി ഷോപ്സ്, പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് കിട്ടുന്ന കുറേ ഷോപ്സ്, പിന്നെ ബേക്കറീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ, പബ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്ത സംഭവമൊന്നുമില്ല. സോ ഉബൂദിൽ വരുന്ന ആൾക്കാർ ഇവിടെ എന്തായാലും വന്ന് ചെക്കൗട്ട് ചെയ്യണം. Since city's cold and empty, no one's around to judge me. I can see clearly when you're gone. അപ്പോൾ അങ്ങനെ കുറേ നേരം ഷോപ്പിംഗ് സ്ട്രീറ്റിലൊക്കെ നടന്നു. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ഷാർമ പ്ലേസിൽ വന്നു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എനിക്ക് ഷാർമയൊക്കെ പാക്ക് ചെയ്ത് തന്നു. കാറിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്കിനി തിരിച്ച് ഹോട്ടലിൽ എത്തണമെങ്കിൽ ഏകദേശം ഒരു 1.5 hours ഉണ്ട്. സോ ഇതെൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഓഫ് ബാലി ട്രിപ്പാണ്. ഇന്ന് ശരിക്കും എനിക്ക് റെസ്റ്റ് ഡേ ആണ് കേട്ടോ. ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കുറച്ച് ഇഹിത്തിനും ഉമാരയ്ക്കും വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ചു. ഇനി ഞാൻ തിരിച്ച് ഹോട്ടലിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്യും, പാക്ക് ചെയ്യണം. പിന്നെന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ. നാളെയാണ് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. നാളെ ആഫ്റ്റർനൂണാണ് എൻ്റെ ഫ്ലൈറ്റ്. എഗെയിൻ KL കണക്ഷനാണ്. ഏകദേശം 5 hours എനിക്ക് KL ലേ ഓവറുണ്ട്. നമ്മുടെ ഗ്രാബിൻ്റെ ഡ്രൈവർ ഇന്ത്യൻ ആണെന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹിന്ദി സോങ് ഒക്കെ പ്ലേ ചെയ്ത് തന്നു. ഇതൊരു മിനി ഷോപ്പിംഗ് ചെയ്തതാണ് കേട്ടോ. കുറച്ച് ഈറ്റബിൾസും നമ്മുടെ ലോക്കൽ ഡെലിക്കസീസ്, പിന്നെന്തായിരുന്നു കോഫി പൗഡർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. I'm going to miss you. Thank you so much for to stay here, and thank you so much for coming to our restaurant. So we all enjoy and we all happy with you, and then Likewise, I also thoroughly enjoyed staying with you, and you were all very, 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 very helpful. 8 days in Thrive was like really nice. Thank you so much. So we want you Coming back, Yes. definitely. I'm coming back soon, with my children. yes for holidays. Yes, absolutely. Thank you. Bye bye. I forgot your name. Mela. Yeah, I forgot. Because I met so many people. Everyone is so good. I Yes. keep forgetting the names because new names, no? That's why. Mela. Simple name. Yeah, Mela. I will never forget again. Thank you. See you soon. അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജാപ്പനീസ്, ഒരു ക്യൂട്ടായിട്ടുള്ള ജാപ്പനീസ് കുഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നു. Good morning, Kiki. I'm going to leave today. Oh, so sad. Thank you for staying with us. Thank you so much. It was wonderful staying with Thrive. Thank you. I loved the property. Everything was like perfect. You were all very, very, very helpful. Thank you. I feel really sad about leaving this place, but I'm definitely going to come back with my family again. Nice. Yes. Alright, safe flight to you. Thank you. Yeah. Bye. അങ്ങനെ രാവിലെ തന്നെ എനിക്ക് എൻ്റെ വെഹിക്കിൾ വന്നു. ഫുൾ പാക്ക് ചെയ്ത് എല്ലായിടത്തും ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതേ ഒരു എലിമെൻ്ററി സ്കൂളൊക്കെ കണ്ടു കേട്ടോ. When I see this school like this, I remember when I was in elementary school. Elementary is the basic school, primary school. Yeah. When I am
like this. It's run by the Everything government is or shoes. private? Huh? It's private or government? This is government school. Government school, right? Okay. Private is too expensive. Yeah. Yeah. നമ്മുടെ ബാലി എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഒക്കെ അത്യാവശ്യം ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഒത്തിരി എന്താ പറയുക മെഗാ ബ്രാൻഡ്സ് ഒക്കെ ഉള്ള ഒരു വലിയൊരു ഡ്യൂട്ടി ഫ്രീ തന്നെയായിരുന്നു. ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ലഞ്ച് കഴിച്ചത്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ബോർഡ് ചെയ്തു. ലൈക്ക് എല്ലാം വളരെ വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. അങ്ങനെ ദേ KL എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ടൈം വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നൂഡിൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ ഞാൻ കുറച്ച് നൂഡിൽസ് സൂപ്പൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഡ്യൂട്ടി ഫ്രീ എന്നൊക്കെ ഷോപ്പിംഗ് ചെയ്തിട്ട് ഞാൻ ബോർഡ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ഈ ഒരു ബാലി ട്രാവൽ സീരീസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാ എപ്പിസോഡ്സും കാണണം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ടേക്ക് കെയർ. ലവ് യു ഓൾ.